അച്ഛാ, അമ്മു ഇന്ദു എന്നെ വൈകുന്നേരം വിളിച്ചിരുന്നു. അവര് കരയായിരുന്നു. എന്തിന്? അവരുടെ സച്ചീച്ചൻ രക്ഷപ്പെട്ടില്ലേ? അതല്ല, അവരുടെ അമ്മമ്മയുടെ കാര്യ. അമ്മമ്മ ജയിലിരുന്ന് കരയാണെന്നാ അവര് പറഞ്ഞത്. അച്ഛനെ അമ്മമ്മയെ ഇറക്കിക്കൊണ്ടുവരോ? പാവ അമ്മമ്മ, അവിടെ ഇരിക്കാൻ പേടിയാവില്ലേ അച്ഛാ? മോനെ, ഓരോന്ന് ഗൗരി പറയുന്നത് കേൾക്കുമ്പോ എന്റെ മനസ്സ് പെടയാ. കമലയെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ. അമ്മേ, ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടറാ. പ്രതിയുടെ വക്കീലാവാൻ എനിക്ക് പറ്റില്ല. പുറത്തൊക്കെ വലിയ മോശം വർത്തമാനങ്ങളാ കമലയെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നത്. അഥവാ ജാമ്യം കിട്ടിയാൽ പോലും അവരെ ഇനി ആരും വിശ്വസിക്കില്ല. ആ കട നടത്താനും അവർക്ക് പറ്റുമെന്നും തോന്നുന്നില്ല. ഗൂഗിൾ, ഇത്രയും നാളും ഞാൻ ഗൂഗിളിനോട് എനിക്ക് വേണ്ടി ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ഇതിപ്പോ എനിക്ക് വേണ്ടിയല്ല. സച്ചിയും ആ അമ്മയും എൻ്റെ ആരുമല്ല. പക്ഷേ എനിക്കെന്തോ സഹിക്കാൻ പറ്റുന്നില്ല. ഗൂഗിൾ, ഈ നിൽക്കുന്ന നമ്മുടെ അമ്മയെ പോലെ തന്നെ എല്ലാവരും. ഈ പ്രായത്തില് അവർ ജയിലിൽ കിടക്കുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. എടോ, അവരുടെ കാര്യത്തില് തനിക്ക് ഇത്രയും സങ്കടമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. അവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കില്ല. അങ്ങനെ പറയല്ലേ ഗൂഗിൾ. എങ്ങനെയെങ്കിലും ആ പാവ സ്ത്രീ ഒന്ന് ജാമ്യത്തിൽ ഇറക്കണം. ഗൂഗിൾ വിചാരിച്ച അത് നടക്കും. പ്ലീസ്, എനിക്ക് വേണ്ടി അവരെ ഒന്ന് സഹായിക്കുക. താനിങ്ങനെ ഇമോഷണൽ ആവാതെ സമാധാനപ്പെടേ. ഞാൻ ശ്രമിക്കാം. മതി, ശ്രമിക്കാന്ന് പറഞ്ഞല്ലോ. എടോ, കേസ് പുറത്തു കാണുന്നതൊക്കെ സങ്കീർണമാ. എങ്കിലും അവരെ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടിയതൊക്കെ ഞാൻ ചെയ്യും. നിയമവും കോടതിയും വക്കീലും ഒന്നും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, നിരപരാധികളെ രക്ഷിക്കാൻ കൂടിയുള്ളതാ. ആ അമ്മയ്ക്ക് വേണ്ടി എന്റെ പരമാവധി ഞാൻ ചെയ്തിരിക്കും. താങ്ക് യു അച്ഛാ. വാ വാ വാ.